ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസം മുന്നേ വരെ ഇന്റർനെറ്റിൽ വളരെ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഏതാണെന്നറിയോ? സെമാഗ്ലൂട്ടൈഡ് ആണ്. എന്തിനാ സെമാഗ്ലൂട്ടൈഡ് ഇത്ര ചർച്ചയാക്കാനുള്ള കാരണം എന്ന് വെച്ചാലോ വേറൊന്നുമല്ല, ഇത് വെയിറ്റ് ലോസിനെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു ചർച്ച. അതായത് കുറച്ച് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും കുറച്ച് ഡോക്ടേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ടിട്ടും അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസും വാക്പോരും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നോക്കിയാലോ. അപ്പോൾ എന്താണ് സെമാഗ്ലൂട്ടൈഡ്? സെമാഗ്ലൂട്ടൈഡ് എന്ന് പറഞ്ഞാൽ ഒരു GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് ടൈപ്പ് 2 DM കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് പുറമെ ഇതിനൊരു അഡീഷണൽ എഫക്റ്റ് ഉണ്ട്. അതാണ് ഇതിന് പറഞ്ഞാൽ വെയിറ്റ് ലോസിനെ ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വെയിറ്റ് ലോസിന് സഹായിക്കുമെങ്കിലും എല്ലാവർക്കും ഇത് കൊടുക്കുമോ? ഇല്ല, കൊടുക്കില്ല. ആർക്കൊക്കെയാണ് സെമാഗ്ലൂട്ടൈഡ് കൊടുക്കുക? ഒന്നാമതായി പറയാന്നുണ്ടെങ്കിൽ ആർക്കാണ് കൊടുക്കുക എന്ന് വെച്ചാൽ CKD പേഷ്യൻസ്, അതായത് കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിനാണ് ഒന്നാമതായിട്ട് കൊടുക്കുക. എന്തിനാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അവരുടെ GFR റേറ്റ് കുറയുന്നുള്ള റിസ്ക് എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും? ഈ ഒരു സെമാഗ്ലൂട്ടൈഡ് കൊടുക്കും. രണ്ടാമത് പറഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് ഫാക്ടറാണ്. ആ ഒരു കേസിൽ നമുക്ക് അമിതവണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ ഒരു സെമാഗ്ലൂട്ടൈഡ് കൊടുക്കും. മൂന്നാമത് ഈ ഒരു കാർഡിയക് പേഷ്യൻസിൽ തന്നെ ഈ ഡയബറ്റിക് റിസ്ക് ഉള്ള ആൾക്കാർ, അത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ റിസ്ക് ഉള്ള ആൾക്കാർക്കും എന്ത് ചെയ്യും? ഈ ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കും. ഇനി ഈ സെമാഗ്ലൂട്ടൈഡ് എങ്ങനെയാണ് ഈ ഒരു ബോഡിയിൽ വർക്ക് ചെയ്യാന്ന് നോക്കിയാലോ. മെയിനായിട്ട് ഇത് വെയിറ്റ് ലോസിന് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള GLP-1 റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തതിന് പുറമെ എന്ത് വെച്ചാൽ നമ്മുടെ അപ്പിറ്റേറ്റിനെ എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. പോരാത്തിന് എന്ത് ചെയ്യും? കലോറി ഇൻടേക്കിനെയും ഇത് കൺട്രോൾ ചെയ്യും. അങ്ങനെ രണ്ട് വഴി. പിന്നെ വേറെ ഒന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് മാസിനെ ഇത് ലോസ് ആക്കും. അതായത് നമ്മുടെ ഫാറ്റ് മാസിനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. സെമാഗ്ലൂട്ടൈഡ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഒന്നുമില്ല, ഒരു 30 മിനിറ്റ്സ് ബിഫോർ ഫുഡാണ് ഇത് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുക. കാരണം ഇത് ഫുഡ് പറഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് 30 മിനിറ്റ്സ് ബിഫോർ ഫുഡാണ് മെയിനായിട്ട് ഈ സെമാഗ്ലൂട്ടൈഡ് പ്രിഫർ ചെയ്യാറ്. രണ്ടാമത് പറയുന്നത്, ഈ ഒരു സെമാഗ്ലൂട്ടൈഡ് എടുക്കുന്ന സമയത്ത് ധാരാളമായിട്ട് ഫ്ലൂയിഡ്സ് കഴിക്കണം. അതായത് നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ റീനൽ ഫെയിലിയറിനുള്ള ചാൻസ് ഉണ്ട്. അതായത് കിഡ്നിയെ മോശമായ രീതിയിൽ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യണം? വെള്ളം കുടിക്കണം. പോരാത്തിന് ഈ ഒരു സാധാരണ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക്സ്, അതായത് ഷുഗറിന്റെ മരുന്നിന്റെ പോലെ ഹൈപ്പോഗ്ലൈസീമിയൊക്കെ ഉള്ള, അതായത് ഷുഗർ ലെവൽ കുറയാനുള്ള ഒരു ചാൻസ് ഇതിലുണ്ട്. പോരാത്തിന് ഈ വെയിറ്റ് മാനേജ്മെന്റിനാണ് കഴിക്കുന്ന ആൾക്കാരെങ്കിൽ വെയിറ്റ് മാനേജ്മെന്റ് കഴിക്കുമ്പോൾ നോസിയ, അബ്ഡോമിനൽ പെയിൻ പോലത്തെ കാര്യങ്ങളൊക്കെ പൊതുവേ കാണാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ സെമാഗ്ലൂട്ടൈഡിനെ പറ്റിയിട്ട്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.